ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2020 എൻഡ് ദിവസം നല്ലതായിട്ട് സ്നോ പെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെയാണ്. ആ ഒരു ദിവസം അതിന് മുമ്പും വീണായിരുന്നു സ്നോ നന്നായിരുന്നില്ല, പക്ഷേ നല്ല തിക്നെസ്സിൽ വന്നത് ഈ ഒരു ഡിസംബർ 31 ആയിരുന്നു. നല്ല തിക്നെസ്സിൽ വീണിട്ടുണ്ടായിരുന്നു. ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫുള്ള് വെള്ള കളർ, മരങ്ങളുടെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെ ബ്രാഞ്ചസിലൊക്കെ ആണെങ്കിൽ ഫുള്ള് വൈറ്റ്, റോഡും എല്ലാം ഫുള്ള് വൈറ്റായിട്ട് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. നമുക്കിതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റോഡ് ഫുള്ള് ഇങ്ങനെ വെള്ള കളറിൽ കിടക്കുവാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ടോ. നമ്മളിവിടെ UK വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഈ മഞ്ഞ് വീണ്. നമ്മൾ നാട്ടിൽ ആണ് ഫുള്ള് ഇതായിട്ടുള്ളത്, പുറത്തോട്ടൊന്നും അങ്ങനെ പോകാത്ത ആൾക്കാരായതുകൊണ്ട് ഇത് ആദ്യമായിട്ട് മഞ്ഞ് വീഴ്ച കാണുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ട് പിന്നെ അങ്ങ് ഫുൾ ഡേ എനർജറ്റിക് ആയിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നടക്കാൻ ഇറങ്ങുമായിരുന്നു. ശരിക്കും ആ സമയത്ത് ഇവിടെ ഇതാണ് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഇതാക്കി ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ആ സമയമായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് നമുക്ക് നടക്കാനൊക്കെ ഇറങ്ങാം, അതിനൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അങ്ങനെ. അപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, റോഡിൽ ഫുള്ള് കുറേയൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ നടന്ന് ആ ഇതിൽ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, വണ്ടിയിൽ നോക്കിയാൽ കാണാം. കണ്ടോ, നോക്കി മരങ്ങളുടെ ഈ ബ്രാഞ്ചസ് വരെ ആണെങ്കിലും മഞ്ഞ് വീണിങ്ങനെ വെളുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് നമ്മൾ നടക്കുന്ന ഇതിലൊക്കെ ഉള്ളതാണെങ്കിൽ അലുത്ത് ഇതാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് വൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ റോഡിലൊക്കെ മാറി, റോഡിലൊക്കെ അത്യാവശ്യം ക്ലിയറായി, വണ്ടിയൊക്കെ പോയി. ചിലപ്പോൾ കാനഡയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്കൊന്നല്ലായിരിക്കും, കാരണം അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീണായിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ UK വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും സ്ട്രോങ് ആയിട്ട് മഞ്ഞ് വീഴുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കാണാം, നമുക്കൊരു പാർക്കിൽ ആൾക്കാരൊക്കെ സ്നോമാനൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതും ഒക്കെ. കാരണം ഇവിടുത്തെ ആൾക്കാർക്കും അത് ഭയങ്കര ഇതായിരുന്നു, ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ്, ലക്ഷ്യമില്ലാതെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, നമുക്കിങ്ങനെ കണ്ട് പോകാം. ഇപ്പോൾ എല്ലാം കാണും. പക്ഷേ ആ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് രാത്രിയിലല്ല വെളുപ്പിലെങ്ങാണ്ട് പെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നതായിരുന്നു. ഈ വണ്ടി കുറേയൊക്കെ പോയി, എന്നാലും നമുക്ക് പാർക്കിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും. നിങ്ങളെന്തായാലും ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറഞ്ഞത് അതുണ്ടോ, ആ ഒരു ഫാമിലിയൊക്കെ ഉണ്ടോ, കൊച്ചിനെ ഇങ്ങനെ റോഡിൽ കൂടെ ആ മണ്ണിൽ കൂടി അവരൊരു ഇതിൽ വെച്ച്, എന്താ അതിൻ്റെ പേരെന്നൊന്നും നമുക്കറിയത്തില്ല, അതിലവർ വലിച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ കണ്ടു. പിള്ളേരെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലിരുത്തിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. പിള്ളേർക്ക് ഓരോരോ എൻജോയ്മെൻറ്റ്, പേരൻസിനും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്തായാലും 2020 ഇത്രയും ചീത്ത വർഷമാണെന്ന് എല്ലാവരും പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം ഇത് 2020 ഡിസംബർ 31 ഇത് ഇത്രയും ഇതായിട്ട് മഞ്ഞ് വീണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എപ്പോഴും ഇവിടെ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു ഇതായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടായതായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര, ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും അവർ വോക്കിന് ഇറങ്ങി ഫാമിലിയായിട്ട് പാർക്കിൽ വന്ന് ഇരുന്ന് അവർ പിള്ളേരൊക്കെ ആയിട്ട് സ്നോമാൻ ഉണ്ടാക്കിയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമുക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുപ്പാണ്, പിന്നെ ഗ്ലൗസും ക്യാപ്പും ജാക്കറ്റും എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ കാണാൻ വേണ്ടി പോയി. ഇതൊക്കെ ഓരോരോ വീടിൻ്റെ മുറ്റത്തും ഒക്കെ. ഇവിടെ ഈ റോഡിൽ പെട്ടെന്ന് ഇതായിപ്പോൾ നമ്മൾ നടക്കുന്ന ആ ഒരു പാത്ത് വേയിലും വണ്ടി പോകുന്നതിലെയൊക്കെ. പക്ഷേ പിന്നെ ഈ
മുറ്റത്തൊക്കെ ഉള്ള പുല്ലിലെയും മരത്തിലെയും ടെറസിലൊക്കെ വീണ് കിടക്കുന്നത്, വണ്ടിയിൽ വീണ് കിടക്കുന്നതൊക്കെ കുറേ ഇങ്ങനെ ഇതായിട്ട് കിടക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം മഞ്ഞ് വീഴുന്നതായിട്ട്. എന്താ ഫുള്ളിങ്ങനെ വെള്ള പുതപ്പിട്ട് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ട ആൾക്കാർ അവരുടെ പെറ്റിനെയും കൊണ്ടൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ളവരെ നമുക്കിനി കാണാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ ഇത് കുറച്ചുകൂടെ നേരത്തെ പോലെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടിയാണ്. ഉണ്ട് ഇവിടെയാണ് മതിലിന് പകരം ഇങ്ങനെ ചെടികളാണ് വെച്ച് മതിലാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ള ഇതാക്കി വന്ന് കിടക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ ഇതിലും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. നടക്കുമ്പോൾ നമ്മൾ പിടിച്ച് നടന്നില്ല എപ്പോൾ തെന്നി ഇടിച്ച് വീഴുമെന്ന് ചോദിച്ചാൽ മതി. വീഴുമ്പോൾ നല്ലൊരു ഇതുമായിരിക്കും വീഴുന്നത്. കാരണം ശ്രദ്ധിച്ച് നടന്നില്ലാന്നുണ്ടെങ്കിൽ തെന്നി വീഴും ഒരുപാട്. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇത് ഫുള്ളിങ്ങനെ വെള്ളം ഇതായിട്ട് കിടക്കുന്നത്. ഇതാണ് ഒരു പാർക്ക്. ഈ പാർക്ക് നമ്മുടെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആയിരിക്കും. അത് ഫുള്ളിപ്പം മഞ്ഞ് വീണ് മൂടി കിടക്കുവാണ്. കണ്ടോ, ഫുള്ള് വെള്ള കളറ്. ഇതൊരു പാർക്കാണ്. അവിടെ നമുക്ക് ആ പാർക്കിൽ നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫാമിലീസ്, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് സ്നോമാൻ ഉണ്ടാക്കി അവർ എൻജോയ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർക്കും ഒരുപാട് ഇതായിട്ട് അവർ ആ ദിവസം എൻജോയ് ചെയ്തു. നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ന്യൂ ഇയർ ഈവിനിങ് കൂടെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ഫാമിലി വന്ന് അവർ ആ സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സ്നോബോളാക്കി ഉരുട്ടി അത് വലുതാക്കുവാണ്. അത് ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളത് വെയിറ്റ് ഇല്ല എന്ന് ഓർത്ത് നമ്മളത് നോക്കി കഴിഞ്ഞിട്ട് നല്ല വെയിറ്റാണ്, കാണുന്ന പോലെ അല്ല. ഇതൊക്കെ ഓരോ ആൾക്കാർ രാവിലെയൊക്കെ വന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്നോമാൻ. അവരൊരു സ്കാർഫ് കെട്ടി ഒരു ക്യാരറ്റ് വെച്ച് മൂക്കൊക്കെ ഉണ്ടാക്കി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ബോളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. നല്ല എഫേർട്ട് എടുത്താലേ അത് നീണ്ടുള്ളൂ. നമ്മൾ വിചാരിക്കും അത് സിമ്പിളാണെന്ന്. ഇത് അവർ ആ ഒരു അപ്പനും അമ്മയും 3 മക്കളുള്ളൊരു ഫാമിലി വന്ന് അവർ സ്നോമാൻ ഉണ്ടാക്കാനുള്ളൊരു കഷ്ടപ്പാടാണ് കാണുന്നത്. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് അവരുടെ പെറ്റ്സിനെയും കൊണ്ടും ഒക്കെ ഈ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഈ പാർക്കിൽ സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ബോളാക്കി വെച്ചേക്കുന്നത് കാണാം. കുറേ പേര് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, കുറേ പേര് പാതി വഴി വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. കണ്ടോ, ഈ അവരുടെ പെറ്റ്സിനെ വരെ അവർ ഫുൾ പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗ്ലൗസും ക്യാപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അല്ല നമുക്ക് പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ വരും. എന്താ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വീണു, പക്ഷെ ഇത്രയും ഇതായിട്ട് വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്കത് കണ്ടാലേ അറിയാം, നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനത്തെ ദിവസം. ഒക്കെ ഓരോന്ന് നമുക്ക് ആ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെ കാണിക്കുന്നത്? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതുകൊണ്ട് പെറ്റ്സൊക്കെ ആണെങ്കിലും അവരുടെ പെറ്റ്സിനെ ആണെങ്കിൽ പോലും അവർ അത്രയും വിൻ്റർ ക്ലോത്തും കാര്യങ്ങളും ഒക്കെ ഇടിയിപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ഫാമിലിയുടെ സ്നോമാൻ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആ ഒരു ഫാമിലി ഫുള്ള് നേരത്തെ കാണിച്ചില്ലായിരുന്നു, കൊച്ചിനെ ഇങ്ങനെ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ ഒരു കൊച്ചിനെ ഇരുത്തി അത് അപ്പനിങ്ങനെ വലിച്ച് കളിക്കുന്നു. അവർ മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുന്നു. ആ ഫാമിലി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ ഒരു ഇത് ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി, എന്നിട്ട് ഒരു കുറവില്ല. പിന്നെ ആൾക്കാർ നടന്നു പോയ വഴിക്ക് ഒക്കെ ഉള്ളത് ഇങ്ങനെ
ഇതായി കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഫുള്ള് നിങ്ങൾക്ക് നോക്കി അറിയാം, ഫുള്ള് വെള്ളം ഒഴിച്ച് കിടക്കുക. ഒരുപാട് ആൾക്കാർ കണ്ടോ ഇതൊക്കെ വരുന്നത്. ശരിക്കും കോവിഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള സമയം തന്നെയായിരുന്നു, എന്നാലും ആൾക്കാരെല്ലാം അവരുടെ ഇതിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഇത് ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുവാണ്. ഇപ്പോഴും പെയ്യുന്നുണ്ട്, ഇപ്പോഴും മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. മരങ്ങളൊക്കെ ഇല പൊഴിച്ചൂടെ നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ഫുള്ള് ഇങ്ങനെ വെള്ളം ഇതായിട്ട് കാണാൻ. ഒരുപക്ഷെ ഇല ഉണ്ടായിരുന്നു ഇത്രയും ഭംഗി വരത്തില്ലായിരിക്കും. ഇതിപ്പോൾ ഫുള്ള് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മരം പോലെ നിന്നിട്ട് അതിലെല്ലാം മഞ്ഞ് വന്ന് വീണ് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുന്നതാണ്. ശരിക്കും ഭയങ്കര ഭംഗിയാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഉണ്ടല്ലോ നല്ല കാഴ്ചയായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ മഴയും പെയ്യുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ളിടത്തൊക്കെ ഈ ആൾക്കാർ നടക്കുന്ന അവിടത്തെയൊക്കെ ശരിക്കും വെള്ളവും മഴ പെയ്ത വെള്ളവും കൊണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും നമ്മൾ ആൾക്കാർ നടക്കുന്നില്ലാത്ത ഏരിയ, ഈ പുൽത്തകിട് കണക്കുള്ളത് അതൊക്കെ നല്ല കട്ടിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ നമ്മൾക്കും ഇത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരും ഈ ഒരു ദിവസം ഒത്തിരി ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടക്കുന്ന വഴിക്കാണെങ്കിലും ഒക്കെ അവരിങ്ങനെ വരുന്നതും അവർ കളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. അവർ നമ്മളെപ്പോലെ തന്നെ എൻജോയ് ചെയ്യുന്നതാണ്. റോഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ കാണാം അത്യാവശ്യം ഇത് എല്ലാം ഉരുകി ക്ലിയർ ആയിട്ടുണ്ട്, വണ്ടിക്ക് പോകാമെന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടുത്തെ ആൾക്കാരിന് റോഡിലൊക്കെ ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൗൺസിൽ ആൾക്കാരൊക്കെ വന്ന് ഇതിൽ ഉപ്പ് വിതറാറുണ്ടെന്നാണ് കേൾക്കാറ്, പെട്ടെന്ന് മെൽറ്റായി പോകാൻ വേണ്ടി. പിന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും. അപ്പോൾ ശരിക്കും ഇതിൽ മഞ്ഞ് ഇടാൻ നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങാവുള്ളൂ. കാരണം ഒത്തിരി ഇതാകുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ഒരു പാളിയായിട്ട് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് സ്ലിപ്പാവും. ഇതിപ്പോൾ ഏകദേശം നട്ടുച്ചയാകുന്നിട്ടും ഇതാണ് ഇവിടുത്തെ. മഴ പെയ്തുകൊണ്ടാണ് കുറച്ചൊക്കെ ഒന്ന് ഇതായിപ്പോയത്, അല്ലേ അങ്ങനെയും കിടന്നതാണ്. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള നല്ല കുറേ വീഡിയോസായിട്ട് നിങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.